ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫോളോയിങ് ഈസ് ദ റെസിപ്റ്റന്റ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് മൈസൂർ ക്രിക്കറ്റ് ക്ലബ് ആസ് ഓൺ 31st December 2024. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഓരോ വർഷത്തെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം റിസീവ് ചെയ്തതാണ്. കഴിഞ്ഞ വർഷത്തേത് കിട്ടി, ഈ വർഷത്തേക്കുള്ളത് കിട്ടിയത്, അടുത്ത വർഷത്തേക്കുള്ള കിട്ടി. ടോട്ടൽ 18,000. ആക്ച്വലി ഈ വർഷത്തേക്കുള്ള 15,000 കൂടെ ഔട്ട്സ്റ്റാൻഡിങ്ങോ ആഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, പ്രശ്നം തീരും. നമുക്ക് മറ്റേ രീതിയിലും ചെയ്യാം. രണ്ട് രീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ലെഗസി എൻട്രൻസ് ഫീ ഉണ്ട്, പിന്നെ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് എക്യുപ്മെന്റ് 2,000 രൂപ കോസ്റ്റ് ഉള്ള സാധനം 1,500 വിറ്റു, നമുക്ക് ലോസ് ആണ് 500 രൂപ. ഇൻട്രസ്റ്റ് 2,000 ഉണ്ട്. ഇതാണ് റെസിപ്റ്റ്. പേയ്മെന്റില് സ്പോർട്സ് എക്യുപ്മെന്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പീരിയോഡിക്കൽസ്, ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, റെന്റ് പേ ചെയ്തത് കഴിഞ്ഞ വർഷത്തേക്കുള്ളതും ഈ വർഷത്തേക്കുള്ളതുമായിട്ട് 5,000 രൂപ പേ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്കീപ് ഓഫ് ഗ്രൗണ്ട് മെയിൻ്റനൻസിൻ്റെതാണ്. സാലറി, ടൂർണമെന്റ് എക്സ്പെൻസ്, ബാലൻസ് ക്യാരിഡ് ഓൺ, ഇത്രയും കാര്യങ്ങളാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ഡാറ്റ ഇതാണ്. ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇനി അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. ലെഡ്ജർ ബാലൻസ് ആസ് ഓൺ 1st January 2024. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്കുള്ള ഡാറ്റകളാണ് ഈ തന്നിട്ടുള്ളത്. സ്പോർട്സ് എക്യുപ്മെന്റ്, ഫർണിച്ചർ, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. അഡ്ജസ്റ്റ്മെന്റ് 50% ഓഫ് ലെഗസി ആൻഡ് എൻട്രൻസ് ഫീ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഒരു 12,000 രൂപ ഉണ്ട് എന്ന് കരുതുക. അതിൽ 6,000 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരും. ബാക്കി 6,000 രൂപ പിന്നെ ബാലൻസ് ഷീറ്റിൽ വരും. സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യാനുള്ളത്, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് എൻഡ് ഉള്ള ഡീറ്റെയിൽ ഉണ്ട്. റെന്റ് പേ ചെയ്യാൻ സ്റ്റിൽ അൺപെയ്ഡ് ആണ്, അതൊരു 600 രൂപ ഉണ്ട്. ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ 10%, സ്പോർട്സ് 2,000 രൂപയും ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ രീതിയിലേക്ക് പോകുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഡീറ്റെയിൽ ആണ്. എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ നമ്മൾ ഇതിൽ ഈ വർഷത്തേത് മാത്രം റിസീവ് ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നേരെ മറിച്ച് ചെയ്താലും ഇത് ആൻസറിന് കിട്ടും. ഓക്കെ, ടോട്ടൽ എത്ര റിസീവ് ചെയ്തു നോക്കിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ്ങും എൻഡും എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇത് ആൻസർ കിട്ടും. ലെഗസി 12,000, 50%. എൻട്രൻസ് ഫീ അതുപോലെ തന്നെ 50%. ഇൻട്രസ്റ്റ് 2,000 എടുത്തു. സ്പോർട്സ് എക്യുപ്മെന്റ് 2,000 രൂപ ഉണ്ടായിരുന്നത് 1,500 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞില്ല, 500 അതിന് ലോസ് ആണ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പീരിയോഡിക്കൽസ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂടെ ആഡ് ചെയ്തിട്ട് 5,100. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഇതെന്താണ്, ക്ലോസിംഗിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ്. ഓപ്പണിംഗിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ഇതിൽ എടുത്തിട്ടില്ല. വേണമെങ്കിൽ എങ്ങനെ ചെയ്യായിരുന്നു, ടോട്ടൽ റെന്റ് റിസീവ്ഡ് 5,000, അതിന് പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് എൻഡ് 600 ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഇതിലുണ്ടായിരുന്ന 500 രൂപ ഓപ്പണിങ്ങിലുള്ള എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോഴും 5,100 എന്ത് ചെയ്യുക വരിക. ഓക്കെ, ആ രീതിയിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഗവൺമെന്റ് ലോജിക് അനുസരിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് ഉണ്ട്, സാലറി ഉണ്ട്, ടൂർണമെന്റ് എക്സ്പെൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ. ഫർണിച്ചർ 18,000 10% കൊടുക്കും. പിന്നെ സ്പോർട്സ് മെറ്റീരിയലിന് 2,000 ആണ്. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സൈഡിലാണുള്ളത്. അത് അതിന് ശേഷം ബാക്കി എല്ലാ സാധനങ്ങളും കുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന സർപ്ലസ് ആണ് 5,300 വന്നിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ബാലൻസ് ഷീറ്റിലേക്ക് പോവാണ്. ബാലൻസ് ഷീറ്റ് ശ്രദ്ധിക്കേണ്ടത്, സ്പോർട്സ് എക്യുപ്മെന്റ് അതിലേക്ക് പർച്ചേസ് ചെയ്തിട്ട് നല്ലപോലെ ശ്രദ്ധിക്കുക. സ്പോർട്സ് എക്യുപ്മെന്റ് അതിലേക്ക് പർച്ചേസസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തു. സെയിൽസ് കുറച്ചു, ഡിപ്രീസിയേഷൻ കുറച്ചു. ഇങ്ങനെയാണ് ഈ എമൗണ്ട് വന്നിട്ടുള്ളത്. അതായത് 12,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെന്റ് ഉണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ പുതുതായിട്ട് വാങ്ങി ഫിക്സഡ് സെറ്റ് വാങ്ങിയത് ഇതിലേക്ക് ആഡ് ചെയ്തു.
എന്നിട്ട് സെയിൽ ചെയ്തത് ലെസ് ചെയ്തു, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു. ഇതാണ് വാല്യൂ. ഫർണിച്ചർ പോലെ ഫർണിച്ചറിന് പിന്നെ ഡിപ്രീസിയേഷൻ ഉള്ളൂ, അത് ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ, ക്യാഷ് ഇൻ ഹാൻഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റും സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസും ഉണ്ട്. സർപ്ലസ് എൻട്രൻസ് ഫീ, അതുപോലെ തന്നെ ഇതൊക്കെ 50% ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. സർപ്ലസ് ഇങ്ങോട്ട് എടുത്തു. ക്യാപിറ്റൽ ഫണ്ട് എങ്ങനെ കണ്ടു? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടിട്ട് ചെയ്തതാണ്. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എങ്ങനെ? സ്പോർട്സ് എക്യുപ്മെന്റ്, ഫർണിച്ചർ, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ, ക്യാഷ് ഇൻ ഹാൻഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റും ഇട്ടു. ബാലൻസ് വന്നതാണ് 43. ഇത്രയേ ഉള്ളൂ. വളരെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സ്പീഡായിട്ട് പറഞ്ഞു പോയത്. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ, ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തൽക്കാലം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.